الحمد لله رب العالمين نحمده سبحانه ونثني عليه أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه وأتباعه وسلم تسليما كثيرا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا استجيبوا لله وللرسول إذا دعاكم لما يحييكم واعلموا أن الله يحول بين المرء وقلبه وأنه إليه تحشرون. ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, മേലായ റബ്ബിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പരമാവധി സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഖൽ ബിൻ ഹുമൈദ് റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ച ഒരു ദുആയാണ് കഴിഞ്ഞ ഏതാനും ഖുതുബകളിൽ ഒരു വിഷയമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മളോട് ആവശ്യപ്പെട്ട ഒരു വിഷയമാണ്. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചില കാര്യങ്ങളിൽ നിന്ന് ശരണം തേടണമെന്നുള്ളത്. അത് സഹോദരങ്ങളെ, അതിൻ്റെ ലഫ്ളുകൾ നമുക്ക് പഠിപ്പിക്കപ്പെട്ടത് അഊദു ബിക മിൻ ശർരി സംഇ വശർരി ബസരി വശർരി ലിസാനി വശർരി ഖൽബി വശർരി മനിയി എന്നാണ്. എൻ്റെ കേൾവിയുടെയും കാഴ്ചയുടെയും നാവിൻ്റെയും ഹൃദയത്തിൻ്റെയും ഇന്ദ്രിയത്തിൻ്റെയും കെടുതിയിൽ നിന്ന് ഞാനിതാ നിന്നോട് ശരണം തേടുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ എന്താണ് നമ്മളുടെ കാഴ്ചയുടെയും കേൾവിയുടെയും അതുപോലെ തന്നെ നാവിൻ്റെയും ഒക്കെ ഷർറുകൾ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ കഴിഞ്ഞ ഖുതുബകളിൽ നമ്മൾ മനസ്സിലാക്കി. ഇനി സഹോദരങ്ങളെ, വശർരി ഖൽബി, എൻ്റെ ഹൃദയത്തിൻ്റെ ഷർറിൽ നിന്ന് ഞാൻ നിന്നോട് ശരണം തേടുന്നു എന്ന് പറയുന്ന ഭാഗമാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. സഹോദരങ്ങളെ, എൻ്റെ ഹൃദയത്തിൻ്റെ കെടുതിയിൽ നിന്ന് ഞാൻ അല്ലാഹുവിനോട് ശരണം തേടുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, എല്ലാ തിന്മകളുടെയും പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് അത് ഹൃദയമാണ് എന്നർത്ഥം. ഒരു വ്യക്തിയുടെ ഹൃദയം നന്നായി കഴിഞ്ഞാൽ ആ വ്യക്തി നന്നാകും. ആ വ്യക്തിയുടെ ഹൃദയം മോശമായി കഴിഞ്ഞാൽ ആ വ്യക്തി മോശമാകുമെന്നുള്ളതാണ്. നാവും അതുപോലെ തന്നെ ഹൃദയവും അത് വളരെ
പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനെ രണ്ടിനെയും നമുക്ക് നന്നാക്കാൻ സാധിക്കും, അതിനെ രണ്ടിനെയും മോശമാക്കാനും സാധിക്കും. ലുക്മാൻ അലൈഹിസ്സലാമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചരിത്രം ഇബ്നു കസീർ റഹിമഹുള്ള അൽ ബിദായ വ നിഹായയിൽ രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ ഉടമസ്ഥൻ ഒരു ആടിനെ അറക്കാൻ വേണ്ടി പറഞ്ഞു. ലുക്മാൻ അലൈഹിസ്സലാം ആടിനെ അറുത്തു. അടിമയായ ലുക്മാൻ അലൈഹിസ്സലാം ആടിനെ അറുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് പോയപ്പോൾ അതിൽ ഏറ്റവും നല്ല 2 അവയവങ്ങൾ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹം ഒരു നാവും അതുപോലെ തന്നെ ഹൃദയവും ആടിൻ്റെത് കൊടുക്കുകയാണ് ചെയ്തത്. മറ്റൊരു സന്ദർഭത്തിലും ഇതേപോലെ തന്നെ ഒരു ആടിനെ അറുക്കാനും അതിലേറ്റവും മോശമായിട്ടുള്ള 2 അവയവങ്ങൾ കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ ലുക്മാൻ അലൈഹിസ്സലാം ഇതേ അവയവങ്ങളാണ് കൊടുക്കുന്നത്, ഒരു നാവും ഒരു ഹൃദയവും. അന്നേരം അദ്ദേഹത്തിന്റെ യജമാനൻ ചോദിക്കുകയാണ്, നിങ്ങളോട് മുമ്പ് ചോദിച്ചപ്പോഴും ഏറ്റവും നല്ല 2 കഷ്ണങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോഴും ഇതാണ് കൊണ്ടുവന്നത്, ഏറ്റവും മോശമായിട്ടുള്ള കഷ്ണം ചോദിച്ചപ്പോഴും ഇത് തന്നെയാണ് കൊണ്ടുവരുന്നത്, എന്താണ് അതിന്റെ കാരണമെന്ന് ചോദിച്ചപ്പോൾ ലുക്മാൻ അലൈഹിസ്സലാം പറയുന്നത്, നമ്മുടെ ശരീരത്തിലെ ഈ 2 അവയവങ്ങൾ അത് നന്നായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരം മൊത്തം നന്നാകുമെന്നുള്ളതാണ്, ഇത് മോശമായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരം മോശമാകുമെന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹൃദയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ഒരു വിഷയമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ഖുദ്സിയായിട്ടുള്ള ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തരികയാണ്. ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ രേഖപ്പെടുത്തിയതാണ്. നിങ്ങളുടെ റബ്ബ് വളരെ കരുണയുള്ളവനാണ്. ഒരാൾ ഒരു നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചു, എന്നിട്ട് അത് ചെയ്തിട്ടില്ല എങ്കിൽ അത് അവന് ഒരു നന്മയായിട്ട് രേഖപ്പെടുത്തുമെന്ന്. അതായത് ഒരു നന്മ ചെയ്യാൻ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഉദ്ദേശിക്കുകയാണ്, പക്ഷെ അത് ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിലും കരുണാവാരിയായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊരു നന്മയായിട്ട് രേഖപ്പെടുത്തുമെന്ന്. അതവൻ ചെയ്താലോ 10 നന്മയായിട്ടും 700 വരെയും അതുപോലെ തന്നെ അതിന് അധികം ഇരട്ടിയായിക്കൊണ്ടും അത് രേഖപ്പെടുത്തുമെന്ന്. ഒരാൾ ഒരു തിന്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചു, എന്നിട്ട് ആ തിന്മ അവൻ ചെയ്തിട്ടില്ല എങ്കിലും അത് അവന് ഒരു നന്മയായിട്ട് രേഖപ്പെടുത്തുമെന്ന്. എന്നാൽ അവൻ അത് ചെയ്താലോ അത് ഒരു തിന്മയായിട്ട് മാത്രമാണ് അത് രേഖപ്പെടുത്തുക. ചിലപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മായ്ച്ചു കളയുകയും ചെയ്യുമെന്ന്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിരിക്കുകയാണ്, നാശമടഞ്ഞവനല്ലാതെ അല്ലാഹുവിങ്കൽ വെച്ച് നാശമടയുകയില്ല എന്ന്. അപ്പൊ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കാണിക്കുന്ന ആ കാരുണ്യത്തിന്റെ ഒരു രൂപം നമ്മളൊന്ന് മനസ്സിലാക്കി നോക്കൂ. അതായത് ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, പക്ഷെ അത് ചെയ്തിട്ടില്ല എങ്കിൽ പോലും സഹോദരങ്ങളെ അത് നന്മയായിട്ട് നമുക്ക് രേഖപ്പെടുത്തി തരുമെന്ന്. ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് അത് ചെയ്താൽ അത് 10 ഇരട്ടിയും അതിനധികമായിട്ടും 700 വരെയും അതിനധികമായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് രേഖപ്പെടുത്തുമെന്ന്. എന്നാൽ ഒരു തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ച് ആ തിന്മ ചെയ്തിട്ടില്ല എങ്കിൽ അത് നന്മയായിട്ട് രേഖപ്പെടുത്തും, അത് ചെയ്താലോ അത് ഒരു തിന്മയായിട്ടാണ് രേഖപ്പെടുത്തുക. ഇവിടെ ആ ഒരു തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു എന്നിട്ട് അത് ചെയ്തിട്ടില്ല എന്നുള്ള വിഷയത്തെ സഹോദരങ്ങളെ പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. ഇബ്നു കസീർ റഹിമഹുള്ള അതിനെ വിശദീകരിച്ചു കൊണ്ട് പറയുകയാണ്, നമ്മൾ അറിയണം, തിന്മ പ്രവർത്തിക്കാതെ വിട്ടുകളയുന്ന ആളുകൾ 3 തരത്തിലുള്ള ആളുകളായിരിക്കുമെന്ന്. ചില ആളുകൾ അള്ളാഹുവിന് വേണ്ടിയിട്ട് അത് ഉപേക്ഷിക്കും. അതായത് തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, പക്ഷെ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് അത് ഉപേക്ഷിച്ച് കളയും. അങ്ങനെയുള്ള ആളുകൾക്കാണ് അത് നന്മയായിട്ട് രേഖപ്പെടുത്തുക എന്ന്. ചില ആളുകൾ തിന്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചു, പക്ഷെ ചില മറവി കൊണ്ട്, അശ്രദ്ധ കൊണ്ട് ആ തിന്മ ചെയ്യാൻ അവന് സാധിച്ചിട്ടില്ല എങ്കിൽ അത് അവനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിഫലവും അതിന് ലഭിക്കുകയില്ല എന്ന്. ചിലപ്പോൾ അവൻ അതിൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടാകും, ആ തിന്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവൻ ഒന്ന് പരിശ്രമിച്ചു നോക്കിയിട്ടുണ്ടാകും, ചില മാർഗങ്ങൾ അവൻ കണ്ടെത്തിയിട്ടുണ്ടാകും, പക്ഷേ അവനെ കൊണ്ടത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള ആ ഒരു വ്യക്തി ആ തിന്മ പ്രവർത്തിച്ച വ്യക്തിയോട് സമമായിരിക്കും എന്നുള്ളതാണ് ഇവിടെ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നത്. അതിന് തെളിവായിക്കൊണ്ട് പറയുന്ന ഹദീസ്, 2 മുസ്ലിമീങ്ങൾ അവർ വാളുമായിട്ട് പരസ്പരം ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ കൊന്നവനും കൊല്ലപ്പെട്ടവനും നരകത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് അവിടെ രേഖയായിട്ട് കൊണ്ടുവരുന്നത്. അതെന്താ? കൊന്നവന്റെ കാര്യം ശരിയാണ്, അവൻ ആ ഒരു തിന്മ പ്രവർത്തിച്ചിട്ടുണ്ട്, പക്ഷേ കൊല്ലപ്പെട്ടവൻ അവൻ എന്തിനാണ് നരകത്തിലേക്ക് പോകുന്നത് എന്ന് പണ്ഡിതന്മാർ അതിനെ വിശദീകരിക്കുന്നു. അതെന്തിനാണ് എന്ന് സഹാബികൾ ചോദിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നൽകുന്ന മറുപടി എന്താ? അവൻ അവന്റെ ചങ്ങാതിയെ, അവന്റെ കൂട്ടുകാരനെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് മോഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ പ്രവർത്തിച്ചത് അയാൾക്ക് അത് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. പകരം
അദ്ദേഹത്തിന്റെ മറ്റു സുഹൃത്ത് ഇയാളെ കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. കൊലപ്പെടുത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ അയാളെ കൊലപ്പെടുത്തുമായിരുന്നു. അതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ അയാൾ ചെയ്തു. അതുകൊണ്ട് അവരുടെ മനസ്സിൽ ആഗ്രഹിച്ച കാര്യത്തിന് വേണ്ടി അവർ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അതാണ് പണ്ഡിതന്മാർ ഈ ഹദീസിലേക്ക് ചേർത്തുകൊണ്ട് ഈ ഒരു സംഗതിയെ വിശദീകരിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കാണിക്കുന്ന കാരുണ്യമാണ്. ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അത് ചെയ്താൽ, അതുപോലെ തന്നെ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ഒരു തിന്മ നമ്മൾ ഉപേക്ഷിച്ചാൽ, ഇതൊക്കെ നമുക്ക് പ്രതിഫലം ലഭിക്കാനുള്ള മാർഗങ്ങളായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ നന്മ ചെയ്താലോ 10 മുതൽ 700 വരെയും അതിന് ഇരട്ടിയായിക്കൊണ്ടുമൊക്കെ നമുക്ക് നന്മയായിട്ട് അത് രേഖപ്പെടുത്തും. തിന്മ ചെയ്താൽ ഒരു തിന്മ ചെയ്തത് മാത്രമായിട്ടാണ് അത് രേഖപ്പെടുത്തുക. പക്ഷെ സഹോദരങ്ങളെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, എന്നിട്ടും ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്നത് എവിടേക്കാ? ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്നത് നരകത്തിലേക്കാണ്. സ്വർഗത്തിലേക്കുള്ള വഴികൾ, ഏറ്റവും അധികമുള്ള വഴികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാണിച്ചു തന്നിട്ട് സഹോദരങ്ങളെ, ആ മാർഗങ്ങളൊന്നും സ്വീകരിക്കാൻ ആളുകൾക്ക് സാധിക്കുന്നില്ല. എന്നിട്ടും ഏറ്റവും കൂടുതൽ ആളുകൾ നരകത്തിലേക്കാണ് പോകുന്നത് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഭയപ്പെടേണ്ടതുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സൂറത്ത് അൻആമിലെ 160-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹാ വമൻ ജാഅ ബിസ്സയ്യിഅതി ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹാ വഹും ലാ യുലമൂൻ. ആര് നന്മ കൊണ്ടുവന്നുവോ അവന് അതിന്റെ 10 ഇരട്ടി ഗുണമുണ്ടായിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരികയാണ്. ആര് തിന്മ കൊണ്ടുവന്നിട്ടുണ്ടോ അവന് അതിന്റെ അത്രക്കല്ലാതെ പ്രതിഫലം നൽകപ്പെടുകയില്ല, അവരോട് ഒട്ടും അനീതി കാണിക്കുകയില്ല എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ്. നന്മ ചെയ്തു കഴിഞ്ഞാൽ ഇരട്ടിയായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകും. തിന്മ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ അത്രക്കല്ലാതെ പ്രതിഫലം നൽകപ്പെടുകയില്ല എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, അവിടെ ഒരാളെ തിന്മയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നരകത്തിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ പ്രധാനപ്പെട്ട അതിന്റെ ഉത്ഭവ കേന്ദ്രം എന്ന് പറയുന്നത് അത് നമ്മുടെ ഹൃദയമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ഹൃദയത്തിന്റെ അകത്താണ് സഹോദരങ്ങളെ പിശാച് നമുക്ക് ഓരോ ദുർവിചാരങ്ങൾ ഇട്ടുതരുന്നത്. ശൈത്താനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ധാരാളമായി കൊണ്ട് വസ്വാസുകൾ ഇട്ട് തന്നുകൊണ്ട് തിന്മയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. നമുക്കൊക്കെ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. നമ്മുടെ നിയന്ത്രണത്തിലല്ല അത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ചിന്തിക്കാത്ത, നമ്മൾ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത എത്രയോ മോശമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ശൈത്താൻ വന്ന് ഇട്ടുതരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞത് ഇമാം ബുഖാരി രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാം. ഇന്നല്ലാഹ തജാവസ ലിഉമ്മത്തി അമ്മാ വസ്വസത് ഔ ഹദ്ദസത് ബിഹി അൻഫുസഹാ മാ ലം തഅമൽ ബിഹി ഔ തകല്ലം. നിശ്ചയമായിട്ടും എൻ്റെ സമുദായത്തിന് അവരുടെ മനസ്സുകൾ വർത്തമാനം പറയുന്നത്, അതായത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്, അത് അവർ പ്രവർത്തിക്കുകയോ അത് അവർ സംസാരിക്കുകയോ ചെയ്യാത്ത പക്ഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വിട്ടുകൊടുത്തിരിക്കുന്നു എന്ന്. അതായത് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ചീത്ത വിചാരങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ചീത്തതായിട്ടുള്ള തോന്നലുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ നിയന്ത്രണത്തിൽപ്പെട്ട കാര്യമല്ല, ശൈത്താൻ വന്ന് ഇട്ടുതരുന്നതാണ്. അത് നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടു തന്നിരിക്കുന്നു എന്നാണ്. നമ്മളെ സംബന്ധിച്ച് അതിൽ കുറ്റക്കാരായിട്ടുള്ളത് ഒരു കാര്യം അവിടെ നടക്കുന്നില്ല. നേരെ മറിച്ച് ആ ചീത്ത വിചാരം ശൈത്താൻ നമുക്ക് ഇട്ടു തന്നാൽ ആ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള ആ ഒരു വികാരത്തിനനുസരിച്ച് കൊണ്ട് നമ്മൾ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ, നമ്മൾ എന്തെങ്കിലും സംസാരിച്ചാൽ അത് തിന്മയായിട്ട് രേഖപ്പെടുത്തും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ സഹോദരങ്ങളെ, മനസ്സിന്റെ വികാരങ്ങളിൽ നല്ലതും ഉണ്ടാകും, അതുപോലെ തന്നെ ചീത്തതുമൊക്കെ ഉണ്ടാകുമെന്നുള്ളത്. ചില കാര്യങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നന്മയായിട്ടുള്ള കാര്യങ്ങൾ അത് പുണ്യത്തിലേക്ക് നയിക്കുമെങ്കിൽ, ചില കാര്യങ്ങൾ ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് തിന്മയിലേക്കാണ് നയിക്കുക. അതാരാ കൊണ്ടുവന്ന് ഇട്ടുതരുന്നത്? ശൈത്താനാ ഇട്ടുതരുന്നത്. അവിടെ നമ്മൾ ദുർബലരായിട്ടുള്ള നമ്മൾ ആ ചീത്ത വിചാരങ്ങൾ ഇട്ടുതരുമ്പോൾ അതിനനുസരിച്ച് കൊണ്ട് പിശാച് ആഗ്രഹിക്കുന്ന രൂപത്തിൽ നമ്മൾ പ്രവർത്തിക്കുകയാണ് എങ്കിലോ നമ്മളെ നരകത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ അത് വളരെ എളുപ്പമായിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ സൂറത്ത് അൻഫാലിലെ 24-ാമത്തെ ആയത്തിലൂടെ
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂലി ഇദാ ദഅാകും ലിമാ യുഹ്യീകും. സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് ജീവൻ നൽകുന്ന കാര്യത്തിലേക്ക് നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾ അള്ളാഹുവിനും റസൂലിനും ഉത്തരം നൽകണമെന്ന്. നമുക്ക് ജീവൻ നൽകുന്ന കാര്യം, അതായത് മതപരമായിട്ട് നമുക്കൊരു വെളിച്ചം നൽകുന്ന കാര്യത്തിലേക്കാണ് നമ്മളെ ക്ഷണിക്കുന്നത്. ആ ക്ഷണത്തിൽ നമ്മൾ കേൾക്കുമ്പോൾ അത് നമ്മൾ സ്വീകരിക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വഅലമൂ അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വൽ ഖൽബി വഅന്നഹു ഇലൈഹി തുഹ്ശറൂൻ. മനുഷ്യനും അവന്റെ ഹൃദയത്തിനും ഇടയിൽ അല്ലാഹു മറയിടുന്നതാണ് എന്ന്. എങ്ങനെ? മനുഷ്യനും അവന്റെ ഹൃദയത്തിനും ഇടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മറയിടുന്നതാണ് എന്നും അവരിലേക്ക് നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുമെന്നും നിങ്ങൾ അറിഞ്ഞുകൊള്ളണം എന്ന് സൂറത്ത് അൻഫാലിലെ 24-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുകയാണ്. സത്യവിശ്വാസികളായ നമ്മെ സംബന്ധിച്ച് വളരെ ഗൗരവപൂർവ്വം ഓർക്കേണ്ട ഒരു വിഷയമാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യന്റെ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ, അതൊരു സ്ഥിരതയില്ലാത്തതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിൽ പല വിഷയങ്ങളിലും ഒരു സ്ഥിരതയില്ല. പരസ്പര വിരുദ്ധങ്ങളായിട്ടുള്ള പല വിഷയങ്ങളും സഹോദരങ്ങളെ പ്രവർത്തിക്കുന്ന ആളുകളായിരിക്കും നമ്മൾ. പല ആശയക്കുഴപ്പങ്ങൾ നമ്മൾ കാണുമ്പോൾ നമ്മളെ ഹൃദയങ്ങൾ ഒരു പക്ഷേ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും. നന്മയിൽ നിന്ന് തിന്മയിലേക്ക് പോകുന്ന അവസ്ഥയുണ്ടാകും. അതേപോലെ തന്നെ തിരിച്ചുമുണ്ടാകും. തിന്മയിൽ നിന്ന് നന്മയിലേക്ക് വരുന്ന അവസ്ഥയും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. അതുകൊണ്ട് ദീർഘകാലം വളരെ വാശിയോടുകൂടി, വളരെ വീറോടുകൂടിയിട്ട് ഒരു അഭിപ്രായത്തിൽ ഉറച്ചു നിന്ന ചില വ്യക്തികളെ നമുക്ക് അപ്പുറത്ത് കാണാൻ സാധിക്കും. ഒരൊറ്റ നിമിഷം കൊണ്ടായിരിക്കും പല വിഷയങ്ങളും തൗഹീദ് പെട്ടെന്ന് ശിർക്കായി മാറും, ശിർക്ക് പലതും തൗഹീദായിട്ട് മാറും. ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ നമ്മൾ പലപ്പോഴും കാണുന്നത് അതുകൊണ്ടാണ് എന്ന്. അതെന്താ? മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ ഹൃദയം ഇങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന ഒരു ഹൃദയമായിരിക്കും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം നമ്മളൊക്കെ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങൾ മാറ്റം വരുത്തുന്നവനെ, എൻ്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണേ എന്ന്. ആരാടാ ചോദിക്കുന്ന സഹോദരങ്ങളെ? എൻ്റെ ഹൃദയം എന്ന് പറയുമ്പോൾ അത് എൻ്റേതാണ്. പക്ഷേ ആ ഹൃദയം അത് ശരിയായിട്ടുള്ള ദീനിൽ ഉറപ്പിച്ചു നിൽക്കാൻ വേണ്ടി, നിർത്തിത്തരാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബികൾ പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞങ്ങൾ അങ്ങയിലും അങ്ങ് കൊണ്ടുവന്നതിൽ ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്. ഞങ്ങളെക്കുറിച്ച് അങ്ങ് ഹൃദയം മാറ്റം സംഭവിക്കുന്നതിനെ കുറിച്ച് ഭയപ്പെടുന്നുണ്ടോ എന്ന്. ഞങ്ങളുടെ ഹൃദയങ്ങൾ മാറി മറിയുന്ന അവസ്ഥയുണ്ടാകും. അങ്ങനെ ഒരു വിഷയം നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ എന്ന് പ്രവാചകനോട് ചോദിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതേ എന്നാണ്. ഹൃദയങ്ങൾ അള്ളാഹുവിൻ്റെ 2 വിരലുകൾക്കിടയിലാണ്, അവൻ അവയെ തിരിച്ചുമറിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇമാം തിർമിദി രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാം. അതുപോലെ തന്നെ അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തൊരു ഹദീസിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നതായിട്ട് കാണാം. ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയ ഹദീസിലുള്ളത്, അല്ലാഹുമ്മ മുസരിഫൽ ഖുലൂബ് സരിഫ് ഖുലൂബനാ അലാ തഅതിക. ഹൃദയങ്ങളെ കൈകാര്യം ചെയ്യുന്നവനായ അല്ലാഹുവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നിന്നെ അനുസരിക്കുന്നതിലേക്ക് നീ തിരിച്ചുവിടണേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു എന്ന സഹോദരങ്ങളെ. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പ്രാർത്ഥിക്കാൻ നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ളത് സൂറത്ത് ആൽ ഇംറാനിലെ 8-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. റബ്ബനാ ലാ തുസിയ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളെ നീ ഹിദായത്തിലാക്കിയതിനു ശേഷം ഞങ്ങളുടെ മനസ്സുകളെ നീ തെറ്റിക്കരുതേ. നിന്റെ അടുക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്തു തരണേ. തീർച്ചയായിട്ടും നീ അത്യധികം ഔദാര്യവാനാകുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുള്ള ലഫ്ളുകൾ നമുക്ക് പഠിപ്പിച്ചു തരിക. സഹോദരങ്ങളെ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയത്തിലുള്ള കാര്യങ്ങളാണ് പരിഗണിക്കുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് പരിഗണിക്കുക. ആ ഹൃദയം അള്ളാഹുവിനെ തൃപ്തിപ്പെടുന്ന കാര്യങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു അടിമ പരിശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹ് തൃപ്തിപ്പെടുന്ന രൂപത്തിൽ നമുക്ക് അമലുകൾ ചെയ്യാൻ സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അള്ളാഹ് നമ്മുടെ ഹൃദയമാണ് പരിഗണിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? ഏറ്റവും ഇഖ്ലാസോട് കൂടിയിട്ട് അമലുകൾ ചെയ്യാൻ വേണ്ടിയിട്ട്
നമ്മൾക്ക് പരിശ്രമിക്കണം. അള്ളാഹു തൃപ്തിപ്പെടാത്ത ഒരു വർത്തമാനം, അള്ളാഹു തൃപ്തിപ്പെടാത്ത കാര്യങ്ങൾ, അതൊന്നും നമ്മളിൽ നിന്ന് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. സൂറത്ത് അൻഫാലിലെ 8-ാമത്തെ ആയത്ത്, നേരത്തെ ഓതിയ ആയത്ത്, അവിടെ എന്താ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണത്? വഅലമു, നിങ്ങൾ അറിയണം, അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബി, അവന്റെ ഹൃദയത്തിനും ഇടയിൽ, മനുഷ്യനും അവന്റെ ഹൃദയത്തിനും ഇടയിൽ അള്ളാഹു മറയിടുന്നതാണ് എന്ന്. എന്താണ് ആ ഭാഗം? വല്ലാത്ത ഒരു പ്രയോഗമാണ് യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഭാഗം വിശദീകരിച്ചുകൊണ്ട് ഷെയ്ഖ് അബ്ദുറഹ്മാൻ ബിൻ നാസിർ സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹം അതിനെ തഫ്സീർ ചെയ്യുകയാണ്, നമുക്ക് വിശദീകരിച്ചു തരിക. ഫഇയ്യാകും അൻ തറുദ്ദു അംറല്ലാഹി അവ്വല മാ യഅതീകും, അള്ളാഹുവിന്റെ ഒരു കൽപ്പന ആദ്യമായിട്ട് നിങ്ങൾ കേൾക്കുന്ന അവസരത്തിൽ അത് തള്ളിക്കളയുന്നതിന് നിങ്ങൾ സൂക്ഷിക്കണം. അല്ലാഹു റസൂൽ ഒരു കാര്യം നമ്മളോട് പറഞ്ഞാൽ, ദീനിന്റെ വിഷയത്തിൽ ഒരു കാര്യം നമ്മൾ കേട്ടാൽ, അള്ളാഹു പറഞ്ഞതാണ്, അള്ളാഹുവിന്റെ ദീനിൽ ഉള്ളതാണ് എന്ന് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ, ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു വിഷയം നമ്മൾ കേൾക്കുമ്പോൾ അതിനെ നിഷേധിക്കുന്ന, അതിനെ തള്ളിക്കളയുന്ന ഒരു അവസ്ഥ നിങ്ങളിൽ ഉണ്ടാകുന്നത് സൂക്ഷിക്കണം എന്നാണ് ഈ ആയത്തിനെ വിശദീകരിച്ചിട്ട് തഫ്സീർ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നത്. എന്താ കാരണം? ഫയുഹാലു ബൈനകും വബൈനഹു ഇദാ അറത്തുമുഹു ബഅദ ദാലിക്, അങ്ങനെ നിങ്ങൾ തള്ളിക്കളഞ്ഞാൽ, അള്ളാഹുവിൽ നിന്നോ റസൂലിൽ നിന്നോ നമ്മൾ കേൾക്കുന്ന ഒരു വിഷയത്തെ നമ്മൾ ആദ്യം തന്നെ അത് കേട്ടാൽ, അത് തള്ളിക്കളഞ്ഞാൽ, പിന്നീട് ആ കൽപ്പന അനുസരിക്കാൻ നിങ്ങൾ ഉദ്ദേശിച്ചാൽ പോലും നിങ്ങൾക്ക് അതിന് സാധിക്കാത്ത വിധം നിങ്ങൾക്കും ആ പ്രവർത്തനത്തിനും ഇടയിൽ അള്ളാഹു മറയിട്ട് കൊടുക്കും. അള്ളാഹ് മറയിടും. പിന്നെ നമുക്ക് ചെയ്യാനുള്ളൊരു തൗഫീഖ് ഉണ്ടാവില്ല. ചില വാജിബായിട്ടുള്ള കാര്യങ്ങൾ, വാജിബായിട്ടുള്ള ചില വിഷയങ്ങൾ, അത് നിർബന്ധമാണല്ലോ, നമ്മൾ ചെയ്യണമല്ലോ, അത് നമ്മൾ അവഗണിച്ചാണ്ട് കളയാം, പരിഗണിക്കാണ്ട് അതിനെ തള്ളിക്കളയാം. പിന്നെ അത് ചിലപ്പോൾ ജീവിതത്തിൽ ചെയ്യാൻ തന്നെ നമുക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല എന്നാണ്. അതേപോലെ തന്നെ ചില ഹറാമായിട്ടുള്ള കാര്യങ്ങൾ, അത് വിട്ടുനിൽക്കേണ്ട കാര്യങ്ങളാണ്. ആ ഹറാമായിട്ടുള്ള കാര്യങ്ങൾ ഇന്നത് ഹറാമാണ് എന്ന് നമുക്ക് അറിയിക്കപ്പെട്ടാൽ അതിലിങ്ങനെ ആ ഹറാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന, കറങ്ങിക്കളിക്കുന്ന ഒരു അവസ്ഥ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും. അതൊരു തൗഫീക്ക് വേണ്ട ഒരു വിഷയമാണെന്നാണ് പറഞ്ഞു വരുന്നത്. വാജിബായ കാര്യങ്ങൾ ചെയ്യാനും ഹറാമായിട്ടുള്ള കാര്യങ്ങൾ ഉപേക്ഷിക്കാനും ഒക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൽ നിന്ന് പ്രത്യേകമായ ഒരു തൗഫീക്ക് ലഭിക്കണമെന്ന്. അത് നമുക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, സന്ദർഭങ്ങൾ വന്നു കഴിഞ്ഞാൽ, സഹോദരങ്ങളെ, അതിനെ നമ്മൾ തള്ളിക്കളയരുത് എന്ന് ഒറ്റടിക്ക് തന്നെ ഇതൊന്നും എന്നെ കൊണ്ട് കഴിയില്ല എന്ന് വിചാരിച്ച് അതിനെ തള്ളിക്കളയുന്ന ആളുകളിൽ നമ്മൾ ഉൾപ്പെടരുത് എന്നുള്ളതാണ്. എന്നിട്ട് ശൈഖ് വിശദീകരിക്കുകയാണ്, അങ്ങനെ നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് മാറ്റം വരുന്നു. അങ്ങനെ നമ്മുടെ ഹൃദയങ്ങൾക്ക് മാറ്റം വരും, അതൊക്കെ തള്ളിക്കളഞ്ഞാൽ. കാരണം തീർച്ചയായിട്ടും അള്ളാഹു മനുഷ്യനും അവന്റെ ഹൃദയത്തിനും ഇടയിൽ മറയിടുന്നതാണ്. അവൻ മനസ്സുകളെ അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ മാറ്റിമറിക്കുകയും തിരിച്ചുവിടുകയും ചെയ്യുന്നവനാണ് എന്ന് തഫ്സീർ സഅദിയിൽ ഷെയ്ഖ് അബ്ദുറഹ്മാൻ ബിൻ നാസിർ സഅദി റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളുടെ അമലുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്ന രൂപത്തിലാണോ നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ കേൾക്കുന്നത്, നമ്മൾ കാണുന്നത്, അതിനനുസരിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയം പ്രവർത്തിക്കുന്നത്? ഇതൊക്കെ നമ്മൾ പരിശോധിക്കണമെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അങ്ങനെ ഒരു പരിശോധന നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാലാണ് ഏറ്റവും നല്ല രൂപത്തിലേക്കുള്ള ഒരു പരിവർത്തനം നമ്മളിൽ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള സൗഭാഗ്യവാന്മാരായിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ നമ്മളേവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ അൽ മബ്ഊസ് റഹ്മത്തൽ ലിൽ ആലമീൻ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയ നിറഞ്ഞ സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപാട് ആളുകൾ എത്ര ഉപദേശം കേട്ടുകഴിഞ്ഞാലും ഹറാമുകളിൽ മുഴുകി ജീവിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഹൃദയത്തിൽ ഈമാനില്ലാത്ത, അല്ലെങ്കിൽ ഈമാനിൽ ന്യൂനതകളുള്ള ആളുകളാണ് അങ്ങനെ മുഹറമാത്തുകളിൽ മുഴുകി ജീവിക്കുന്നത് നമ്മൾ കാണുന്നത്.
അത്തരം ആളുകളുടെ ഇബാദത്തുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവരുടെ മനസ്സുകൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതായിരിക്കും എന്ന പണ്ഡിതന്മാർ പറയുന്നു. ഈമാനിന്റെ ദുർബലതയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആ ദുർബലത മനസ്സിലാക്കാനുള്ള ഒരു വഴിയായിട്ട് നമുക്ക് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നത്, മറ്റുള്ള ആളുകളുടെ ഈമാൻ അളക്കുന്നതിലാണ് ഞാനും നിങ്ങളുമൊക്കെ ഏറ്റവും മിടുക്കരായിട്ടുള്ള ആളുകൾ അല്ലേ. സ്വന്തത്തെ ഈമാൻ ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് ചിന്തയില്ല. മറ്റുള്ള ആളുകൾ എങ്ങനെയാണ്, അവരുടെ ഈമാൻ എങ്ങനെയാണ് എന്നുള്ള അളവ് പോലുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ചർച്ചകളൊക്കെ കൂടുതലും നടക്കുന്നത്. സഹോദരങ്ങളെ, നമ്മളുടെ ഈമാൻ അളക്കാനുള്ള ഒരു മാർഗമായി പണ്ഡിതന്മാർ പറഞ്ഞൊരു വിഷയമാണ്, ഇബാദത്തുകൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന അവസ്ഥയുണ്ടാകും. നിസ്കരിക്കുമ്പോൾ, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഒരു ഏകാഗ്രത ഇല്ലാത്ത അവസ്ഥ. നിസ്കരിക്കുമ്പോൾ എന്താണ് നമ്മൾ പറയുന്നത്, അത് യാന്ത്രികമായിട്ട് ഇങ്ങനെ നിസ്കരിച്ചു പോകും. അതിലെ ദിക്റുകളെ കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കൂല. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതിനെ ഒന്ന് ഉറ്റാലോചിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പലപ്പോഴും സാധിക്കുകയില്ല എന്ന്. താൻ എന്താണ് പറയുന്നത് എന്ന് പോലും ചിന്തിക്കാത്ത ഇബാദത്തുകൾ നിർവഹിക്കുന്ന ആളുകൾ അവരുടെ ഈമാൻ അങ്ങേയറ്റം ശുഷ്കിച്ചു പോയ ദുർബലപ്പെട്ട അവസ്ഥയിലായിരിക്കും എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. സഹോദരങ്ങളെ, ആ ഒരു അവസ്ഥയിൽ നമ്മൾ പ്രാർത്ഥിച്ചാലുള്ള ഒരു കാര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അതായത് നിസ്കാര ശേഷം അതുപോലെ തന്നെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുള്ള പല സന്ദർഭങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. തൗക്കീഫിയായിട്ടുള്ള നിലക്കതിൽ എടുക്കുന്ന ആളുകളുണ്ട്. അതായത് ഇബാദത്തിലേക്ക് ചേർത്തുകൊണ്ട് പഠിപ്പിക്കപ്പെട്ട പല പ്രാർത്ഥനകളുണ്ട്. അതൊന്നും മാറ്റം വരുത്താതെ അതേപോലെ ഇങ്ങനെ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചു പോകും ഇല്ലേ. ആ പ്രാർത്ഥനകൾ എന്താണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്താണ് അല്ലാഹുവോട് ചോദിക്കുന്നത് എന്ന് നമുക്ക് തിരിയേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? ഇമാം തിർമിദി രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാം, സ്വഹീഹായ ഹദീസാണ്, ലാ യഖ്ബൽ ദുആഉ മിൻ ഖൽബിൻ ആഫിലിൻ ലാഹിൻ. അശ്രദ്ധമായിട്ടുള്ള ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കൂല എന്ന്. അശ്രദ്ധമായിട്ടുള്ള ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല എന്ന്. അപ്പോ ഈമാനുള്ള ആളുകളുടെ പ്രാർത്ഥന എങ്ങനെയായിരിക്കും? അത് ശ്രദ്ധയോട് കൂടിയിട്ടായിരിക്കും. എന്താണ് പ്രാർത്ഥിക്കുന്നത് എന്ന് അതിൻ്റെ പദങ്ങളിലൂടെ, അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഉദ്ദേശത്തിലൂടെ വ്യക്തമായിരിക്കും അവർക്ക് എന്നുള്ളത്. അതല്ലാത്തവർക്കോ പദങ്ങൾ ഒരു വഴിക്ക് പോകും, ചിന്ത വേറൊരു വഴിക്കും പോകും. അത് ഈമാനില്ലാത്തതിൻ്റെ അടയാളമാണ് എന്ന് അത് ആർക്കും ആരെക്കുറിച്ചും സഹോദരങ്ങളെ വിലയിരുത്താൻ സാധിക്കൂല. ആകാശ ലോകത്തേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ ഹൃദയം എങ്ങനെയായിരിക്കും എന്നുള്ളത് ഒരാൾക്കും പറയാൻ സാധിക്കൂല. ഒരാൾക്കും ആ പ്രാർത്ഥന അള്ളാഹ്ക്ക് മാത്രം മനസ്സിലാകുക. അത് അശ്രദ്ധമായ ഹൃദയമാണോ, അള്ളാഹ് പ്രാർത്ഥന സ്വീകരിക്കൂല എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത്. ഇതേപോലെ തന്നെ ദുർബലമായിട്ടുള്ള ഈമാനുള്ള ആളുകളുടെ അവസ്ഥയായി പണ്ഡിതന്മാർ പറഞ്ഞതാണ്. എത്രയോ സ്വർഗത്തെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങൾ അവർ കേൾക്കുന്നുണ്ട്. നരകവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ധാരാളക്കണക്കിന് മുന്നറിയിപ്പുകൾ അവർ കേൾക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ വായിക്കുമ്പോൾ, ഹദീസുകൾ വായിക്കുമ്പോൾ ധാരാളം കൽപ്പനകൾ നമ്മൾ അറിയുന്നുണ്ട്. അതുപോലെ തന്നെ ധാരാളക്കണക്കിന് വിരോധങ്ങളും ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ള നിരോധനങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഒരു മാറ്റവും നമ്മൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കുന്നില്ല, ഒരു ചലനവും നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാവുകയില്ല. അന്ത്യനാളിനെ കുറിച്ചുള്ള വിശദീകരണങ്ങൾ, പരലോകത്തെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ അതൊന്നും കേൾക്കുമ്പോൾ ഒരു പേടിയില്ല. അതൊക്കെ ആ സമയമാകുമ്പോൾ നേരിടാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള ഒരു തരം ചെറിയ ധാർഷ്ട്യത്തോടു കൂടിയിട്ടായിരിക്കും അത്തരം ആളുകളുടെ മനസ്സുണ്ടാകുക എന്നുള്ളത്. സഹോദരങ്ങളെ, ഇത്തരം ആളുകൾ പരിശുദ്ധ ഖുർആൻ ഒന്ന് വായിക്കാൻ വേണ്ടി തുറന്നെടുത്ത് അതൊന്നിങ്ങനെ വായിക്കുമ്പോൾ, 4 വട്ടം ഒന്ന് ആവർത്തിക്കുമ്പോൾ വല്ലാത്ത മുഷിപ്പ് അനുഭവപ്പെടുന്നവർക്ക് അത് മടി തോന്നും, വേഗം അത് എടുത്തു വെക്കുന്ന അവസ്ഥയുണ്ടാകും. തുടർച്ചയായിക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ ദിനേന പാരായണം ചെയ്യാൻ അത്തരം വ്യക്തികൾ ഒരിക്കലും സാധിക്കൂല. അതൊരിക്കലും അവർക്ക് സാധിക്കൂല. എപ്പോഴെങ്കിലും മുസ്ഹഫ് ഒന്ന് തുറന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അടച്ചു വെക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇത്തരം ആളുകൾ അവരുടെ മനസ്സിലുണ്ടാകുക എന്ന്. സഹോദരങ്ങളെ, ആ ഒരു രൂപത്തിൽ ആണോ ഞാനുള്ളത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് അല്ലേ. ഓരോരുത്തരും എൻ്റെ അവസ്ഥ അങ്ങനെയാണോ എന്നുള്ളതാണ് നോക്കേണ്ടത്. എന്താണോ അവൻ്റെ സ്ഥിതി എന്നുള്ളതല്ല നമ്മൾ പരിശോധിക്കേണ്ടത്. അത് നമ്മൾ ഈ വിഷയം ശരിയാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ എന്താ അതിൻ്റെ അപകടം എന്നറിയോ? ഈ ഒരു വിഷയം നമ്മൾ ശരിയാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ ഈമാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സ്വയം ഒന്ന് പരിശോധിക്കാൻ, വേണ്ട തിരുത്തലുകൾ നടത്താൻ നമ്മൾ സ്വയം സന്നദ്ധരല്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിലെ 74-ാമത്തെ ആയത്തിൽ
യഹൂദികളെ കുറിച്ച് പറഞ്ഞതുപോലെ നമ്മളായി മാറുന്നത്. എന്താ അല്ലാഹ് പറഞ്ഞത്? സുമ്മ ഖസത് ഖുലൂബുക്കും സുമ്മ ഖസത് ഖുലൂബുക്കും മിൻ ബഅദി ദാലിക ഫഹിയ കൽ ഹിജാറതി ഔ അശദ്ദു ഖസ്വ. പിന്നീട് അതിനുശേഷവും നിങ്ങളുടെ മനസ്സുകൾ കടുത്തുപോയി, അവ പാറ പോലെയോ അതിനേക്കാൾ കടുത്തതോ ആയിപ്പോയി. പാറയേക്കാൾ കടുത്തതായി പോയി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറഞ്ഞത്. അതുപോലെ നമ്മളുടെ ഹൃദയം ആയി മാറുന്ന അവസ്ഥയുണ്ടാകുമെന്ന്. അപ്പോ ഹൃദയം കടുത്തു പോയിട്ടുള്ള മനുഷ്യനിൽ മരണത്തെക്കുറിച്ചുള്ള ഉപദേശങ്ങൾ നൽകിയിട്ട് കാര്യമില്ല. ദുരിതം അനുഭവിക്കുന്ന ആളുകളെ കാണുമ്പോൾ, മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചടങ്ങുകളൊക്കെ അവർ കാണുമ്പോൾ, സഹോദരങ്ങൾ, അവരുടെ ഹൃദയത്തിൽ ഒരു ചലനവും ഉണ്ടാവുകയില്ല എന്ന്. ഖബറുകൾക്കിടയിലൂടെയൊക്കെ അവരിങ്ങനെ നടന്നു പോകുമ്പോൾ, രണ്ട് കല്ലുകൾക്കിടയിൽ ഇങ്ങനെ വിസാങ്കല്ല് കുത്തിവെച്ച കല്ലുണ്ടല്ലോ, ആ കല്ലുകൾക്കിടയിൽ ഇങ്ങനെ നടന്നു പോകുന്നതിന് അപ്പുറമായിക്കൊണ്ട് ഒരു വിചാരവും അവരുടെ ഹൃദയങ്ങളിൽ ഉണ്ടാവുകയില്ല എന്ന പണ്ഡിതന്മാര് വിശദീകരിക്കുന്നത്. സഹോദരങ്ങൾ, ഇതാണ് നമ്മുടെ അവസ്ഥ. ഇതാണ് എങ്കിൽ നമ്മൾ വല്ലാത്ത ഒരു ഷർറിലാണ് അകപ്പെട്ടിട്ടുള്ളത് എന്ന്. ഞാനും നിങ്ങളുമൊക്കെ വല്ലാത്ത ഒരു ഷർറിലാണ് അകപ്പെട്ടിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഗ്രന്ഥം നമ്മൾ കേൾക്കുമ്പോൾ, പരിശുദ്ധ ഹദീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ വിശദീകരണങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ, എനിക്കൊന്ന് മാറണം, എന്റെ കുടുംബം ഒന്ന് മാറ്റണം, അതുപോലെ തന്നെ ധാരാളക്കണക്കിന് നന്മകൾ വാരിക്കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറാണ് എന്നുള്ള രൂപത്തിൽ ഒരു മുന്നൊരുക്കം നടത്താൻ സഹോദരങ്ങൾ ഇത്ര ആളുകൾക്ക് സാധിക്കൂല. അതെന്തേ കാരണം? ഹൃദയത്തിൽ ബാധിച്ച ഷർറാണ് എന്നുള്ളതാണ് അതിന്റെ കാരണം. അത് തിരിച്ചറിയുന്നത് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനിലൂടെ ദുആ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അഊദു ബിക മിൻ ശർരി സംഇ വശർരി ബസരി വശർരി ലിസാനി വശർരി ഖൽബി വശർരി മനിയ്യി എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. എൻ്റെ കേൾവിയുടെ ഷർറിൽ നിന്ന്, എൻ്റെ കാഴ്ചയുടെ ഷർറിൽ നിന്ന്, എൻ്റെ നാവിൻ്റെ ഷർറിൽ നിന്ന്, എൻ്റെ ഹൃദയത്തിൻ്റെ ഷർറിൽ നിന്ന്, എൻ്റെ ഇന്ദ്രിയത്തിൻ്റെ ഷർറിൽ നിന്ന് ഞാനിതാ നിന്നോട് രക്ഷ തേടുന്നു എന്ന്. അത് ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. അള്ളാഹുവിൽ നിന്നുള്ള തൗഫീഖുള്ള ആളുകൾക്ക് മാത്രം സഹോദരങ്ങളെ ആ ഒരു വിഖായത്ത്, ആ ഒരു പ്രൊട്ടക്ഷൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയുള്ളൂ. അത് ലഭിക്കാൻ വേണ്ടിയിട്ട്, അള്ളാഹുവിൻ്റെ തൃപ്തി നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ദാസന്മാരിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് പ്രത്യേകമായിട്ടുള്ള സംരക്ഷണം ലഭിക്കുന്ന, നാളെ സ്വർഗത്തിന്റെ അവകാശികളാക്കാൻ വേണ്ടിയിട്ട് ഈ ദുനിയാവിൽ ധാരാളക്കണക്കിന് അവസരങ്ങൾ നൽകുന്ന അതിഭാഗ്യവാന്മാരായിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك سميع قريب مجيب دعوات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداء الدين وانصر عبادك الموحدين. اللهم أصلح أحوال المسلمين في كل مكان. اللهم أصلح أحوال المسلمين في كل مكان. اللهم أصلح أحوال المسلمين في كل مكان. اللهم انصر من نصر الدين واخذل من خذل الإسلام والمسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على عبده ورسوله نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.